ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഉൽപാദനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ പാതയിലൂടെ മാത്രമേ ഇന്ത്യയ്ക്ക് വികസിത രാഷ്ട്രമാകാൻ കഴിയൂവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ 7 ഇസ്രായേലി തടവുകാരെ മോചിപ്പിച്ചു. ഗാസ സംഘർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായ അന്താരാഷ്ട്ര ഉച്ചകോടി ഇന്ന് ഈജിപ്തിൽ. IRCTC ഹോട്ടൽ അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, തേജസ്വി യാദവ് തുടങ്ങിയവർ കുറ്റക്കാരെന്ന് ഡൽഹി കോടതി. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഒരാൾ കൂടി മരിച്ചതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 24ആയി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഉൽപാദനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ പാതയിലൂടെ മാത്രമേ ഇന്ത്യയ്ക്ക് വികസിത രാഷ്ട്രമാകാൻ കഴിയൂ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിജ്ഞാനാധിഷ്ഠിത ലോകത്തെയും സമ്പദ് വ്യവസ്ഥയെയും നയിക്കാൻ ഇന്ത്യ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് ഭാരത് ബിൽഡത്താൻ പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. By 2047, we have to have developed India. You all are going to create new history, new model, not only for India, for entire world, entire humanity. You all are very privileged and very in an advantageous position. You are in a high pedestal. You all must be thankful to Honorable Prime Minister Narendra Modi. He envisioned a new model, Atal Innovation Mission. Through this hackathon, രാജ്യത്തെ ഏറ്റവും വലിയ സ്കൂൾ ഹാക്കത്തോണായ വികസിത് ഭാരത് ബിൽഡത്തോണിൽ 3 ലക്ഷത്തിലധികം സ്കൂളുകളും 25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ഓൺലൈനായി പങ്കെടുത്തു. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും കഴിവുകളും പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി തടവുകാരെ മോചിപ്പിച്ചു തുടങ്ങി. ആദ്യഘട്ടത്തിൽ 7 പേരെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറി. ബന്ദികളെ റെഡ് ക്രോസ് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറും. 737 ദിവസങ്ങൾക്ക് ശേഷമാണ് ബന്ദികളുടെ മോചനം. വിശദാംശങ്ങളിലേക്ക്. ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്ന 1900-ലധികം പലസ്തീൻ തടവുകാർക്ക് പകരമായി 20 ബന്ദികളെ കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചു. 3 ഘട്ടങ്ങളായാണ് ഹമാസ് ബന്ദികളെ ഇസ്രായേലിന് കൈമാറുന്നത്. അതനുസരിച്ച് പലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ വിട്ടയക്കും. 28 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറുന്നുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് അതിർത്തി കയ്യേറി നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേൽ പൌരന്മാരെ ബന്ദികളാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് തടവുകാരെ മോചിപ്പിക്കുന്നത്. അതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന സമാധാന കരാറിന് അന്തിമ രൂപം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ഉച്ചകോടി ഇന്ന് ഈജിപ്തിലെ ഷാം എൽ ഷൈഖിൽ നടക്കും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംയുക്തമായി യോഗത്തിന് നേതൃത്വം നൽകും. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടുന്ന 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. IRCTC ഹോട്ടൽ അഴിമതി കേസിൽ മുൻ റെയിൽവേ മന്ത്രിയും RJD പ്രസിഡന്റുമായ ലാലു പ്രസാദ് യാദവ്, ഭാര്യയും മുൻ ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ റാബ്രി ദേവി, മകൻ തേജസ്വി യാദവ് തുടങ്ങിയവർ കുറ്റക്കാരെന്ന് വിധിച്ച് കോടതി. ഡൽഹി റോസ് അവന്യൂ കോടതി സ്പെഷ്യൽ ജഡ്ജ് PC ആക്ട് വിശാൽ ഗോഖ്നെയുടേതാണ് വിധി. അഴിമതി, ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് 3 പേർക്കെതിരെയും കോടതി ചുമത്തിയത്. കുറ്റക്കാരല്ലെന്ന് പ്രതികൾ വാദിച്ചതിനാൽ കേസിലെ തുടർ വിചാരണ നടക്കും. ലാലു യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന 2004 മുതൽ 2009 വരെ IRCTC ഹോട്ടൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കരാർ നൽകുന്നതിന് ലാലു യാദവും കുടുംബവും വില കൂടിയ ഭൂമി കൈക്കൂലിയായി സ്വീകരിച്ചതായാണ് CBI കേസ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാൻ സന്ദർശിക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയതിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രദർശന പരിപാടി കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്നു മുതൽ ഈ മാസം 18 വരെയാണ് പ്രദർശനം. നിരവധി വികസന പദ്ധതികൾക്കും കേന്ദ്രമന്ത്രി തുടക്കം കുറിക്കും. ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി പരിവർത്തനാത്മക സ്വാധീനം ചെലുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഗതാഗത സൌകര്യം ഉറപ്പാക്കുന്നതിലും ചരക്ക് നീക്കം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതി ഏറെ സഹായകരമായെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ PM ഗതിശക്തി സുപ്രധാന പങ്ക് വഹിക്കുന്നതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
തമിഴ്നാട്ടിലെ കരൂരിൽ നടൻ വിജയ് നയിക്കുന്ന TVK പാർട്ടിയുടെ റാലിക്കിടെ ഉണ്ടായ അപകടത്തിന്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ സുപ്രീംകോടതി ഉത്തരവ്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ വിജയ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇതിനു പുറമെ സുപ്രീംകോടതി മുൻ ജഡ്ജി അജയ് രസ്തോഗി അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റിയും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ മാസം 27-ന് നടന്ന അപകടത്തിൽ 41 പേരാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാറിലെ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 20 ജില്ലകളിലായി 122 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ നടപടികൾക്കും ഇതോടെ തുടക്കമായി. ഈ മാസം 20 വരെ പത്രിക സമർപ്പിക്കാം. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 11-ന് നടക്കും. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കും. NDAയുടെ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്നലെ പൂർത്തിയായി. INDI സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 7 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഈ നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നവംബർ 11-ന് നടക്കും. പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. സദ്ദാം എന്ന പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ അറസ്റ്റിലായ 3 പേരെ കോടതി 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഒക്ടോബർ 10-ന് രാത്രിയിലാണ് കോളേജ് ക്യാമ്പസിന് സമീപം വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയിൽ നവോത്ഥാന പ്രസ്ഥാനവും നവോത്ഥാന നായകരും വഹിച്ച പങ്ക് വലുതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും വിടവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും ഒരാൾ കൂടി മരിച്ചു. കൊല്ലം സ്വദേശിയായ പുരുഷനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശിയായ സ്ത്രീയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 24 ആയി. കണ്ണൂർ ജില്ലയിൽ 3.5 വയസ്സുകാരനും പാലക്കാട് 62-കാരനും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വിൻഡീസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 271 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 518-ന് ഡിക്ലെയർ ചെയ്തിരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള ശബരിമല സന്നിധാനത്ത് 3ാം ദിവസവും പരിശോധന പുരോഗമിക്കുന്നു. കൂടാതെ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള CPR അവബോധ വാരാചരണത്തിന് ഇന്ന് രാജ്യവ്യാപക തുടക്കം. അടിയന്തര ജീവൻ രക്ഷാ മാർഗമായ CPRന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഹൃദയസ്തംഭനം അല്ലെങ്കിൽ പെട്ടെന്ന് ബോധക്ഷയം സംഭവിക്കുന്ന വ്യക്തികളിൽ നടത്തുന്ന അടിയന്തര നടപടിക്രമമാണിത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരദേശം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ഒഡീഷ, തെലങ്കാന, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ മാസം 22 മുതൽ ആരംഭിച്ച GST ബജറ്റ് ഉത്സവ് പഞ്ചാബിലെ വിവിധ വ്യവസായങ്ങൾക്ക് കരുത്ത് പകരുന്നു. പഞ്ചാബിലെ കരകൌശല വിദഗ്ധർ, കർഷകർ, ചെറുകിട ബിസിനസ്സുകാർ എന്നിവർക്കും GST പരിഷ്കരണം നേട്ടമായി. പഞ്ചാബിലെ തുണിത്തരങ്ങൾക്കും കരകൌശല മേഖലകൾക്കും ഈ പരിഷ്കരണം ഗുണകരമായി മാറുകയാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് അർദ്ധവാർഷിക സമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. ഈ മാസം 15, 16 തീയതികളിൽ ഉഗാണ്ടയിലെ കംപാലയിലാണ് സമ്മേളനം നടക്കുന്നത്. ഇതിനു മുന്നോടിയായി ഇന്നും നാളെയുമായി നടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2024-26 കാലയളവിൽ ഉഗാണ്ടയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ ആഗോള സമൃദ്ധി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. 121 വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗരാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉൽപാദനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ പാതയിലൂടെ മാത്രമേ ഇന്ത്യയ്ക്ക് വികസിത രാഷ്ട്രമാകാൻ കഴിയൂവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ 7 ഇസ്രായേലി തടവുകാരെ മോചിപ്പിച്ചു. ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായ അന്താരാഷ്ട്ര ഉച്ചകോടി ഇന്ന് ഈജിപ്തിൽ. IRCTC ഹോട്ടൽ അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, തേജസ്വി യാദവ് തുടങ്ങിയവർ കുറ്റക്കാരെന്ന് ഡൽഹി കോടതി.
തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഒരാൾ കൂടി മരിച്ചതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 24 ആയി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.